The truth behind intermittent fasting. Is it for everyone? This is Devaprima's clinical dietitian, founder of NutriFit. Let's get to the video. എന്താണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്? അതൊരു ഡയറ്റാണോ? ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡയറ്റല്ല. ഒരു ഫിക്സഡ് വിൻഡോയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുന്നു. അതിനാണ് നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് യൂഷ്വലി എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് 16:8 മെത്തേഡ്. സോ 16 hours നമ്മൾ ഫാസ്റ്റിങ്ങിലായിരിക്കും, ബാക്കി 8 hours നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുന്നു. അപ്പം 12 PM തൊട്ട് രാത്രി 8 PM വരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്നു. ഫ്രം 8 PM തൊട്ട് നെക്സ്റ്റ് നോൺ വരെ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നത് ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കുന്നു. ഇതാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ യൂഷ്വലായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു മെത്തേഡ്. സോ എങ്ങനെയാണ് ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് വർക്ക് ആവുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ ലെവൽസിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെ എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി കാലറി ഡെഫിസിറ്റിലാണ്. അപ്പോൾ കാലറി ഡെഫിസിറ്റിലായിരിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നുമില്ല. അപ്പോഴാണ് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെ നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഏത് ടൈപ്പ് ഓഫ് ഡയറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് മെത്തേഡ് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും കാലറി ഡെഫിസിറ്റിലായിരിക്കണം. കാലറി ഡെഫിസിറ്റിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് പോലുള്ള ഗോൾസിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ ഈ കഴിക്കുന്ന ടൈം പീരീഡിൽ ഇപ്പോൾ 8 hours വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ആ 8 hours വിൻഡോയിൽ മാക്സിമം ഫുഡ് ഇൻടേക്ക് അല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാം, പക്ഷേ കാലറി ഡെഫിസിറ്റിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മാജിക് അല്ലെങ്കിൽ ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മാജിക് ഒന്നുമല്ല. നമ്മൾ കാലറി ഡെഫിസിറ്റിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഫിക്സഡ് വിൻഡോ പീരീഡിൽ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി ആരൊക്കെയാണ് നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ളവർ, ഡയബറ്റിക് മെഡിക്കേഷൻസ് എടുക്കുന്നവരൊന്നും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതോടൊപ്പം പ്രഗ്നൻറ്റ്, ലാക്ടേഷൻ പോലുള്ള കണ്ടീഷൻസിലുള്ളവരൊന്നും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഗ്യാസ്ട്രൈറ്റിസ് വരുന്നവർ, നമുക്ക് കുറേ ആൾക്കാർക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ യൂഷ്വലായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒരു കാരണവശാലും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി മറ്റൊരു കാറ്റഗറി ഉണ്ട്, ഞാനും ആ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരം മീൽ സ്കിപ്പ് ചെയ്തു, ആ ഒരു നേരം മീൽ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഡിസി ആയി, നമുക്ക് ഭയങ്കര വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അവരും നമ്മൾ ഒരിക്കലും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി അടുത്ത് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്താലും ഒരു കുറച്ച് ടൈമിൽ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ടൈം പീരീഡിൽ മാത്രം നിങ്ങൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു ലോങ് ടേമിലോട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല. ഒരു ഇമ്മീഡിയറ്റ് ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യുക. നല്ലൊരു വെയിറ്റ് മാനേജ്മെൻറ്റ് ഗോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, നല്ല ഗുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.